ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ക്ലാസ്. നമ്മൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ എസ് ഐ മെയിൻസ് അല്ലേ, എസ് ഐ മെയിൻസിലെ പാർട്ട് 1 വരുന്ന ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ജനറൽ എക്സെപ്ഷൻസ്. അപ്പോൾ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് BNSലെ സെക്ഷൻ 14 to 44 ആണ്. സെക്ഷൻ 14 to 44 ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് എല്ലാം കൂടെ ഒരുമിച്ച് കവർ ചെയ്യുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, എനിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സെക്ഷൻ നമുക്ക് വൺ അറ്റ് ടൈം, ഇപ്പോൾ സ്മോൾ പോർഷൻസ് അറ്റ് എ ടൈം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 14 to സെക്ഷൻ 24 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സെക്ഷൻ 14 to 24 ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ വെൽക്കം ടു ജനറൽ എക്സെപ്ഷൻസ് ക്ലാസ്. അപ്പോൾ ജനറൽ എക്സെപ്ഷൻസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ BNS എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ലോ ആണ്. അതായത് അഡ്ജക്റ്റീവ് ലോ എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ കൊടുക്കുന്ന ലോ ആണ് അഡ്ജക്റ്റീവ് ലോ. പ്രൊസീജിയറൽ ലോ ഉണ്ട്, അഡ്ജക്റ്റീവ് ലോ ഉണ്ട്. പ്രൊസീജിയറൽ ലോ മെൻഷൻസ് ദി പ്രൊസീജിയർ ഇൻ വിച്ച് ലോ ഷുഡ് ബി എൻഫോഴ്സ്ഡ് ആൻഡ് അഡ്ജക്റ്റീവ് ലോ ഡിഫൈൻസ് ലോ. BNS എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ലോ ആണ്. എന്തൊക്കെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഡിഫൈൻസ് ഓൾ ദി ഒഫൻസുകൾ ഡിഫൈൻ ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ ആ ഓരോ പർട്ടിക്കുലർ ഒഫൻസുകളുടെയും പണിഷ്മെൻറ്റ്സ് ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ലോയാണ് എന്ത്? BNS 2023 അഥവാ പ്രീവിയസ്ലി നോൺ ആസ് IPC അല്ലേ. 2023 മാറിയത്. പണിഷ്മെൻറ്റ്സ് എന്ന് പറയുന്നത് BNS പ്രിസ്ക്രൈബ് ചെയ്യുന്ന പണിഷ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇംപ്രിസൺമെൻറ്റ്, ഏറ്റവും വലുത് ഗ്രാവിറ്റി കൂടിയതെന്ന് തുടങ്ങാം. ഡെത്ത് പെനാൽറ്റി അല്ലേ, ഡെത്ത് പെനാൽറ്റി ഉണ്ട്. പിന്നെന്താ ഉള്ളത്? റിഗ്രസ് ഇംപ്രിസൺമെൻ്റ് ഉണ്ട്, അതല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. പിന്നെ വേരിയസ് ഫോംസ് ഓഫ് ഇംപ്രിസൺമെൻറ്റ്, അതായത് സിമ്പിൾ, ഓർ റിഗ്രസ് ഇംപ്രിസൺമെൻറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഗ്രാവിറ്റി. ഓരോ ഒഫൻസിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഉള്ളത് ഈ സോളിറ്ററി കൺഫൈൻമെൻറ്റ് പോലുള്ള തടങ്കലിൽ വയ്ക്കുക. അതായത് കൂട്ടിനകത്ത് വെളിച്ചം പോലും കയറാതെ ഒറ്റയ്ക്ക് തടവിൽ വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ? സോളിറ്ററി കൺഫൈൻമെൻറ്റ് പോലുള്ള ശിക്ഷകളാണ്. ഇതൊന്നും നമുക്ക് വേണ്ട, ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഇത്രയും പണിഷ്മെൻറ്റ്സുകളുണ്ട്. അതുപോലെ ഫൈൻ ഉണ്ട്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പണിഷ്മെൻറ്റുകൾ എന്തിൽ പറയുന്നുണ്ട്? നമ്മുടെ BNSൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്കെന്തില്ല, ഈ പണിഷ്മെൻറ്റ്സ് ബാധകമാവില്ല. വി വിൽ നോട്ട് ബി ലയബിൾ ഫോർ പണിഷ്മെൻറ്റ് ഇൻ സർട്ടൻ കേസസ്. ആ സർട്ടൻ കേസസ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് ഈ പണിഷ്മെൻറ്റ്സ് ബാധകമാവില്ല. ഏത് സാഹചര്യമാണ്? ഈ പറയുന്ന ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന സാഹചര്യം. അതായത് ഈ ചില ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? BNSലെ പണിഷ്മെൻറ്റ്സിനുള്ള ജനറൽ എക്സെപ്ഷനാണ്. ഇറ്റ് ഈസ് ആൻ ഒഫൻസ്, അതൊരു ഒഫൻസ് തന്നെയായിരിക്കും നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യം, അതായത് പ്രത്യേക ജനറൽ എക്സെപ്ഷൻ കാറ്റഗറിയിൽ വരികയാണെങ്കിൽ നമുക്ക് എന്തില്ല? പണിഷ്മെൻറ്റ്സ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ജനറൽ എക്സെപ്ഷൻ ഇന്ന് നമ്മൾ എടുക്കുന്നത് 14 to 24 ആണ്. സെക്ഷൻ 14 എന്താ പറയുന്നത്?
നമ്മളെപ്പോഴും ഒരു സെക്ഷൻ പഠിക്കുമ്പോൾ ഇത് നിങ്ങൾ അല്ലാതെ വെറുതെ വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നും. പക്ഷേ നമ്മളത് ബ്രേക്ക് ഡൗൺ ആക്കി വേണം ലോ എപ്പോഴും പഠിക്കാനായിട്ട്. നത്തിങ് ഈസ് ആൻ ഒഫൻസ്. നത്തിങ് ഈസ് ആൻ ഒഫൻസ് എന്ത്? വിച്ച് ഈസ് ഡൺ ബൈ എ പേഴ്സൺ ഹൂ. എപ്പോൾ? ഹൂ എന്തുകൊണ്ട്? എന്താണ് ആ പേഴ്സൺ ബിലീവ് ചെയ്യേണ്ടത്? ഹൂ ബൈ റീസൺ ഓഫ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആൻഡ് നോട്ട് ബൈ റീസൺ ഓഫ് മിസ്റ്റേക്ക് ഓഫ് ലോ ഇൻ ഗുഡ് ഫെയ്ത്ത് ബിലീവ്സ് ഹിംസെൽഫ് ടു ബി ബൗണ്ട് ബൈ ലോ ടു ഡു ഇറ്റ്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നത്തിങ് ഈസ് ആൻ ഒഫൻസ് എന്താണ്? ഇവിടെ ഒരു ആക്ട് നടക്കുകയാണ്. ആരാണ് ആക്ട് ചെയ്തത്? ആരാ? ഒരു മിനിറ്റ്. ഇവിടെ ഒരു ആക്ട് നടക്കുന്നുണ്ട്. ആക്ട് ഇസ് ഡൺ ബൈ എ പേഴ്സൺ. ഓക്കെ, ഇറ്റ് ഇസ് ഡൺ ബൈ എ പേഴ്സൺ വിച്ച് ഇസ് ബൗണ്ട് ബൈ ലോ ടു ഡു ഇറ്റ്. ഒന്നുകിൽ നിയമം അനുശാസിക്കുന്ന ഒരു കാര്യമായിരിക്കണം അയാൾ ചെയ്തത്. ഹീ ഈസ് ബൗണ്ട് ബൈ ലോ ടു ഡു ഇറ്റ്. ഓക്കെ, ഹീ ഈസ് ബൗണ്ട് ബൈ ലോ ടു ഡു ഇറ്റ്. നിയമപ്രകാരം അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന പോലെ അദ്ദേഹം അത് ചെയ്യാനായിട്ട് ബാധ്യസ്ഥനായിരുന്നിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതൊരു ഒഫൻസ് അല്ല എന്ന് പറയും. അല്ലെങ്കിൽ ഓർ കണ്ടോ, ഓർ ഹൂ ബൈ റീസൺ ഓഫ് എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഇവിടെ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത് എന്താ? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ലോയും ഉണ്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത് വസ്തുതാപരമായ തെറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു രണ്ട് പേരെ നിർത്തിയിട്ട് ഇപ്പോൾ ഞാനാണ്, എൻ്റെ പേര് ശ്രാവണാണ്, മറ്റൊരാളുടെ പേര് രാഹുലാണ്. അപ്പം നമ്മളുടെ പേരിൽ വരുന്ന മിസ്റ്റേക്കൊക്കെ എന്താണ്? ഇപ്പോൾ നമ്മളെ പേര് മാറിപ്പോയി, അല്ലെങ്കിൽ നമ്മളെ കണ്ടപ്പോൾ വേറൊരാളാണെന്ന് തെറ്റിദ്ധരിച്ച് എൻ്റെ ശ്രാവണം എന്നുള്ള പേര് വിളിച്ചു. ഓക്കെ, അതൊക്കെ എന്താണ്? മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റാണ്. ഓക്കെ, വസ്തുതാപരമായി ഉണ്ടാകുന്ന തെറ്റുകളാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കുന്നു. പക്ഷേ അതൊരു തെറ്റല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ മിസ്റ്റേക്ക് ഓഫ് ലോ, നിയമപരമായ തെറ്റ്, ഇപ്പോൾ ഇഗ്നോറൻഷ്യ ആൻഡ് ജൂറിസ് നോൺ, അത് കേട്ടിട്ടുണ്ടോ? അതായത് മിസ്റ്റേക്ക് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അതായത് മിസ്റ്റേക്ക് ഓഫ് ലോ, നമുക്ക് അയ്യോ നിയമം അറിയില്ലായിരുന്നു എന്ന് പലയിടത്തും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതൊരിക്കലും ഒരു മിസ്റ്റേക്കായിട്ട് കൂട്ടില്ല. അതൊരിക്കലും ഒരു ഡിഫെൻസ് അല്ല. മനസ്സിലായോ? മിസ്റ്റേക്ക് ഓഫ് ലോ ആണെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. അതായത് നമുക്ക് നിയമം അറിയില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. ഓക്കെ, അപ്പോൾ അതാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും മിസ്റ്റേക്ക് ഓഫ് ലോയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ കുറേ വേർഡ്സുകൾ, പുതിയ ടേംസൊക്കെ വരുമ്പോൾ ഞാനിതുപോലെ പറയും. താഴോട്ട് പോകുമ്പോൾ അപ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഒരു ആക്ട് ചെയ്യുന്നത് അദ്ദേഹം ചെയ്യേണ്ട കാര്യമായിരുന്നിരിക്കണം. അദ്ദേഹം നിയമം അനുശാസിക്കുന്ന പോലെ ചെയ്യേണ്ടതായിരിക്കണം. ഹീസ് ബൗണ്ട് ബൈ ലോ, നിർബന്ധിതനായിരിക്കണം. നിയമം അനുശാസിക്കുന്ന പോലെ അത് ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ, അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൻ്റെ പുറത്ത്, മിസ്റ്റേക്ക് ഓഫ് ലോ പാടില്ല കേട്ടോ. അതാണ് പ്രത്യേകം എഴുതിയിരിക്കുന്നത്. നോട്ട് ബൈ ദ റീസൺ ഓഫ് മിസ്റ്റേക്ക് ഓഫ് ലോ. മിസ്റ്റേക്ക് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അദ്ദേഹത്തിൻ്റെ ഉത്തമ വിശ്വാസത്തിൽ, ഗുഡ് ഫെയ്ത്ത്, അതായത് ഉത്തമ വിശ്വാസം അല്ലെങ്കിൽ പൂർണ്ണ വിശ്വാസത്തിൽ അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹം അത് നിയമപരമായി ചെയ്യാൻ കടപ്പെട്ടിരുന്നു. ഓക്കെ, അദ്ദേഹം അത് നിയമപരമായി ചെയ്യാൻ കടപ്പെട്ടിരുന്നു എന്ന് ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് ആ വിശ്വാസം ഉണ്ടായിരുന്നത്? ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, ഒരു വസ്തുതാപരമായ തെറ്റ് മൂലമാണ് അങ്ങനെ ഒരു വിശ്വാസത്തിലെത്തിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ഒഫൻസ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു ഒഫൻസ് BNS വരുന്ന ഒഫൻസ് ആണെങ്കിൽ പോലും അതൊരു ഒഫൻസ് അല്ല. വി ക്യാൻ ക്ലെയിം എ ജനറൽ എക്സെപ്ഷൻ. നമുക്കൊരു ജനറൽ എക്സെപ്ഷൻ ആയിട്ട് അത് പറയാൻ പറ്റൂ. ദാറ്റ് ഇസ് സെക്ഷൻ 40. ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ബൗണ്ട് ബൈ ലോ. ഒന്നുകിൽ നിയമം അനുശാസിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിയമപ്രകാരം ഞാനത് ചെയ്യാൻ ബാധ്യസ്ഥനായിരുന്നിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുതാപരമായ തെറ്റ് മൂലം, നിയമപരമായ തെറ്റല്ല, വസ്തുതാപരമായ തെറ്റ് കാരണം ഞാൻ വിശ്വസിച്ചിരുന്നു, ഞാനത് ചെയ്യാൻ എൻ്റെ കർത്തവ്യമാണ് അത് ചെയ്യേണ്ടത്, നിയമപരമായി ഞാനത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ബൗണ്ട് ബൈ ലോ ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ബൗണ്ട് ബൈ ലോ. സിമ്പിൾ അല്ലേ? അപ്പോൾ അതിൻ്റെ ഇലിസ്ട്രേഷനും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ബൗണ്ട് ബൈ ലോ, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് മൂലം മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് കാരണം എന്ത് പറ്റി?
ഞാൻ വിശ്വസിച്ചിരുന്നു. ഐ വാസ് ബൗണ്ട് ടു ഡു ഇറ്റ്. ഓക്കെ, ഞാൻ നിർബന്ധിതനായി, നിയമപ്രകാരം ഞാനത് ചെയ്യാൻ ചെയ്യാൻ ബാധ്യസ്ഥനായി, നിർബന്ധിതനായി എന്ന് വിശ്വസിച്ചു. അപ്പോൾ രണ്ടിനും എക്സാമ്പിൾ ഉണ്ട് ഇതിൽ. സോൾജർ ഫയേഴ്സ് ഓൺ എ മോബ് ബൈ ഓർഡർ ഓഫ് എ സുപ്പീരിയർ ഓഫീസർ. ഒരു സുപ്പീരിയർ ഓഫീസർ കമാൻഡ് നമ്മൾ ഒബേ ചെയ്യുന്നത് നമ്മളെ നിയമപ്രകാരം നമ്മൾ ബാധ്യസ്ഥനല്ലേ, അല്ലേ? നിയമപരമായി നമ്മൾ ബാധ്യസ്ഥനാണ്. സുപ്പീരിയർ ഓഫീസർ പറയുമ്പോൾ നമ്മൾ ഒബേ ചെയ്യണം. അപ്പോൾ അത് ഒബേ ചെയ്തതുകൊണ്ട് സുപ്പീരിയർ ഓഫീസർ എന്താ പറഞ്ഞത്? ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനാണ് പറയുന്നത്, വെടിയുതിർക്കാനാണ് പറയുന്നത്. ഒരു മോബിന്, വയലന്റ് മോബിനെ നേരെ വെടിയുതിർക്കാനാണ് സുപ്പീരിയർ ഓഫീസർ ഓർഡർ ഇടുന്നത്. അപ്പോൾ ഞാൻ അതേപോലെ കൺഫേം ചെയ്ത് എന്ത് ചെയ്തു? ആ കമാൻഡ് അനുസരിച്ചു. അവിടെ ഞാൻ എന്ത് ചെയ്തില്ല? തെറ്റ് ചെയ്തിട്ടില്ല. കാരണം സെക്ഷൻ 14 എക്സെപ്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ബിക്കോസ് ഐ വാസ് ബൗണ്ട് ബൈ ലോ. ഇവിടെ ബൗണ്ട് ബൈ ലോ ആണ്. സുപ്പീരിയർ ഓഫീസറിൻ്റെ കമാൻഡ്സ് അനുസരിക്കുന്നത് എന്ന് പറയുന്നത് എൻ്റെ കർത്തവ്യമാണ്, നിയമപരമായി ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനുമാണ്. അടുത്ത കണ്ടീഷൻ നോക്കൂ. ഉത്തമ വിശ്വാസം, അല്ലേ? അതായത് ആൻ ഓഫീസർ ഓഫ് എ കോർട്ട് ഓഫീസർ എന്ന് പറയുമ്പോൾ എന്താണ്? കോർട്ട് എന്ന് പറയുന്നത് ജഡ്ജാണ്. കോർട്ടിലെ ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില പോലീസുകാർ കാണും, ചില ക്ലർക്കുമാർ കാണും, അല്ലേ? ബെഞ്ച് ക്ലർക്കുമാർ കാണും. അപ്പോൾ കോടതി ഓഫീസർ ഒരു കോർട്ട് ഓഫീസറിനോട് പറയുകയാണ്, വൈയെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്തു പറ്റി? ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് അവിടെ ഉണ്ടായി. കോർട്ട് ഓഫീസിന് പറ്റിയ ഒരു വസ്തുതാപരമായ തെറ്റ് എന്താണ്? അവിടെ ഒരു ഇസഡ് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, അയാൾ വൈ ആണെന്ന് വിചാരിച്ചു. അതാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. മിസ്റ്റേക്ക് ഓഫ് ലോ അല്ല, മിസ്റ്റേക്ക് ഓഫ് ലോ പാടില്ല, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആവാം. ഓക്കെ, വൈ എന്ന് വിചാരിച്ച് ഇസഡിനെ പോയി അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്താണ്? അവിടെ മറ്റൊരാളെ, അതൊരു ഒഫൻസാണ്. ബട്ട് എന്തല്ല, സെക്ഷൻ 14 പ്രകാരം എന്ത് പറ്റി? അവിടെ ഒരു എക്സെപ്ഷൻ കിട്ടി. എക്സെപ്ഷൻ എന്താണ്? ഇൻ ഗുഡ് ഫെയ്ത്ത് ഹി ബിലീവ്ഡ് ദാറ്റ് ഹി വാസ് ബൗണ്ട് ബൈ ലോ, അല്ലേ? പക്ഷേ എന്തു പറ്റി? അങ്ങനെ ആ ഒരു ബിലീഫിൽ എത്തിയത് എങ്ങനെയാണ്? ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് കാരണമാണ്. അപ്പോൾ ഒരു മിസ്റ്റേക്ക് ഓഫ് ലോ അവിടെ വന്നു കഴിഞ്ഞാൽ അത് ഒരു എക്സെപ്ഷൻ ആവില്ല. അപ്പോൾ സെക്ഷൻ 14 ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സെക്ഷൻ 15 പോവാം. നമ്മൾ കുറച്ച് സ്പീഡിന് പോയാലേ ഈ പോർഷൻസ് ഒക്കെ കറക്ഷനിൽ തീരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാം. സെക്ഷൻ 15 എന്ന് പറയുന്നത് ആക്ട് ഡൺ ബൈ എ ജഡ്ജാണ്. ഓക്കെ, ആക്ട് ഡൺ ബൈ എ ജഡ്ജ്. ഒരു ജഡ്ജ് ആക്ട് ചെയ്യുന്ന സമയം, അതായത് ജഡ്ജ് ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിന് എങ്ങനെയാണ് നമ്മൾ ഒരു ഒറ്റ വാക്കിൽ പറയുന്നത്? ആക്ടിങ് ജുഡീഷ്യലി, അല്ലേ? അദ്ദേഹം ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഹീ വുഡ് ആക്ട് ജുഡീഷ്യലി എന്ന് പറയും. അതായത് അദ്ദേഹത്തിൻ്റെ കോടതിയിൽ ഇരിക്കുന്ന സമയത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ അദ്ദേഹം പുറത്ത് കറങ്ങി നടക്കുന്ന, കോടതിക്ക് പുറത്ത് കറങ്ങി നടക്കുമ്പോൾ ആക്ട് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. ജഡ്ജ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യ നിർവഹണം നടത്തുന്ന സമയത്ത്, അതായത് എന്താണ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം? ടു ആക്ട് ജുഡീഷ്യൽ ആക്ട് ചെയ്യുകയാണ് ജഡ്ജിൻ്റെ കടമ. ഓക്കെ, എന്താണ് ജഡ്ജ് ചെയ്യുന്നത്? ടു ആക്ട് ജുഡീഷ്യലി. സിമ്പിൾ. ടു ആക്ട് ജുഡീഷ്യലി, അതാണ് ജഡ്ജിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജഡ്ജ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ, അതായത് വൈൽ ഹീ ഈസ് ആക്ടിങ് ജുഡീഷ്യലി ഇൻ ദി എക്സർസൈസ് ഓഫ് പവർ വിച്ച് ഈസ് ഗിവൺ ടു ഹിം ബൈ ലോ. ഞാൻ പറഞ്ഞു, നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ അതേപോലെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് വായിക്കാൻ ശ്രമിക്കേണ്ടത്, ഡീകോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജഡ്ജ് വെൻ ആക്ടിങ് ജുഡീഷ്യലി ഇൻ എക്സർസൈസ് ഓഫ് എനി പവർ വിച്ച് ഇസ്, പിന്നെ ഇത് വായിക്കരുത്, വിച്ച് ഇസ് ഗിവൺ ടു ഹിം ബൈ ലോ, വിച്ച് ഇസ് എയ്തർ ഗിവൺ ടു ഹിം ബൈ ലോ ഓർ വിച്ച് ഇൻ ഗുഡ് ഫെയ്ത്ത് ഹി ബിലീവ്സ് ടു ബി. ഇവിടെയും സെയിം ആയിട്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് സിമിലർ ആണ്. അതായത് ഒന്നുകിൽ ഒരു ജഡ്ജ് അദ്ദേഹത്തിന് നിയമപരമായി ചെയ്യാൻ അധികാരമുള്ള കാര്യം ചെയ്യുകയാണ്. ഓക്കെ, ഒന്നുകിൽ അദ്ദേഹം നിയമപരമായി ചെയ്യാൻ അധികാരവും പരിധിയുമുള്ള ഒരു ആക്ട് അദ്ദേഹം ചെയ്യുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം വളരെ വിശ്വാസത്തോടു കൂടി, അതായത് പൂർണ്ണ വിശ്വാസമുണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള എന്തുണ്ട്? പവറുണ്ട്. അല്ലെങ്കിൽ നിയമം അത് അദ്ദേഹത്തിന് ആ പവർ കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് കണ്ടീഷനും അതിൻ്റെ ഒരു സർക്കംസ്റ്റൻസുമാണ് പറയുന്നത് ഇവിടെ.
ഒരു ജഡ്ജ് ചെയ്യുന്ന ആക്റ്റുകളാണ് ഈ പറയുന്നത്. ഒരു ജഡ്ജ് ചെയ്യുന്ന ആക്ട് എപ്പോഴാണ് ഒഫൻസ് അല്ലാതാവുന്നത്? ഒഫൻസ് അല്ലാതാവുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം കർത്തവ്യ നിർവഹണം സമയത്ത്, അതായത് കൃത്യനിർവഹണ സമയത്ത്, അദ്ദേഹത്തിൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ കൃത്യം അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത്, അതായത് ആക്ടിങ് ജുഡീഷ്യലി, എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി? ആക്ടിങ് ജുഡീഷ്യലി. ആ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യണം. ആ ആക്ട് ഒന്നുകിൽ അദ്ദേഹത്തിന് നിയമം നിയമം അനുശാസിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിയമം അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ ഒരു പവർ അനുസരിച്ചാണ് അദ്ദേഹം ആക്ട് ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിശ്വാസത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് നിയമപരമായി അത് ചെയ്യാനായിട്ടുള്ള എല്ലാ അധികാരവും ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹം കമ്മിറ്റ് ചെയ്യാണ് ആക്ട്. നിഷ്കർഷിക്കുന്ന. അപ്പോൾ അങ്ങനെ ഒരു ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഒഫൻസ് ആണെങ്കിൽ പോലും ഈ ഒരു സെക്ഷൻ 15 ജനറൽ എക്സെപ്ഷൻ അവിടെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സെക്ഷൻ 15 ഡീൽസ് വിത്ത് ആക്ട്സ് ഓഫ് ജഡ്ജ് വൈൽ ആക്ടിങ് ജുഡീഷ്യലി, either in exercise of power given to him by law or in good faith. In good faith he believes to have the power to commit that act. ഒന്നുകൂടെ പറയണോ അത്? ഒരു ജഡ്ജ് while acting judicially, nothing is an offense which is done by a judge when acting judicially in exercise of a power, any power which is given to him by law, or in exercise of any power which in good faith he believes to be given to him by law. ശരിക്കും അങ്ങനെ ഒരു പവർ ഇല്ല, പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിശ്വാസത്തിൽ അദ്ദേഹത്തിന് ആ പവർ ഉണ്ടായിരുന്നു. ലോ അത് നിഷ്കർഷിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്താലും അതൊരു ആക്ട് എന്തല്ല, ഒഫൻസ് അല്ല. പ്രൊവൈഡഡ് ഹി മസ്റ്റ് ഹാവ് ആക്റ്റഡ് ജുഡീഷ്യലി. പുറത്തിറങ്ങിയിട്ട് ഇത് ചെയ്യാൻ പാടില്ല. കോടതിക്കകത്ത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യ നിർവഹണ സമയത്ത് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. നത്തിങ് വിച്ച് ഇസ് ഡൺ, സെക്ഷൻ 16 ആണ്. സെക്ഷൻ 16 കളർ മാറ്റാം, ബ്ലൂ ആ. നത്തിങ് വിച്ച് ഇസ് ഡൺ ഇൻ പെർസുവൻസ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആക്ടിൻ്റെ കാര്യമായി പറയുന്നത്? പെർസുവൻസ് ഓഫ് വിച്ച് ഇസ് വാറണ്ടഡ് ബൈ ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ ഓഫ് എ കോർട്ട്. ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ ഓഫ് എ കോർട്ട്, എന്താണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം? ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈനൽ വേർഡിക്റ്റ് ആണ്, വിധി. ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈനൽ വിധിയാണ്. ഒരു കേസിൻ്റെ അവസാന വിധി. അതേസമയം ഓർഡർ എന്ന് പറയുന്നത് ഒരുപാട് ഓർഡേഴ്സ് കാണും. ഒരു കേസിൽ തന്നെ ഒരുപാട് ഓർഡേഴ്സ്, ഇൻ്ററിം ഓർഡേഴ്സ്, ഉത്തരവുകൾ എന്ന് പറയും. ഉത്തരവ്. ഒരുപാട് ഉത്തരവുകൾ ചേർന്നാണ് ഒരു സ്യൂട്ട് അല്ലെങ്കിൽ ഒരു കേസ് മുഴുവൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിന് ഇൻ്റർലൊക്യൂട്ടറി ആപ്ലിക്കേഷൻ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കേസിൽ ഒരു കാര്യം നമ്മളിപ്പോൾ പ്ലീഡിങ്സ് കൊടുക്കുന്നതിന് ശേഷം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്താണ്, ചെറിയ ഇഞ്ചക്ഷൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് കോടതിയിലൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇൻ്റർലൊക്യൂട്ടറി ആപ്ലിക്കേഷൻസിനെല്ലാം ഓരോ ഐ എ എന്നാണ് പറയുന്നത്, ഓരോ IASനും ഉത്തരവിറക്കും അല്ലെങ്കിൽ ഇൻ്ററിം ഓർഡർ ഇറക്കും. താൽക്കാലിക ഉത്തരവ് അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസം, ഇൻ്ററിം റിലീഫ് എന്നൊക്കെ പറയും. അതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാം, പക്ഷേ വിധി എന്ന് പറയുന്നത് അവസാനത്തെ അന്തിമ വിധിയാണ്. അതാണ് പറയുന്നത്. അപ്പോൾ അത് മായ്ക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു ഓർഡർ അല്ലെങ്കിൽ വിധി ഇരിക്കുകയാണ്. ഒരു കോടതിയുടെ വിധിയോ അല്ലെങ്കിൽ ഓർഡറോ ഉണ്ട്. ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഡർ നിലവിലുള്ള സാഹചര്യത്തിലാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലേ സെക്ഷൻ 16 വർക്കാവുള്ളൂ, അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ഓർഡറോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റോ പ്രകാരം ഒരു കാര്യം കമ്മിറ്റ് ചെയ്യുകയാണ്, ഒരു ആക്ട് ചെയ്യുകയാണ്.
ഒന്നുകിൽ ആ ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ ഓർഡറിലോ അത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണം, വാറൻറ്റഡ് ആയിരിക്കണം. അതായത് അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് ആ ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. അതാണ് വാറൻറ്റ് എന്ന് പറഞ്ഞാൽ ടു ബി ഡൺ ബൈ ഫോഴ്സ്. വാറൻറ്റ് ഇഷ്യൂ എന്നൊക്കെ പറയില്ലേ, അവനെ കൊണ്ടുവരിക, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, അതായത് ഒരു ആജ്ഞാപനമാണ്. അപ്പോൾ ഒന്നുകിൽ ആ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഡറിൽ കൃത്യമായത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ പെർസുവൻസിൽ, അതായത് ആ ഒരു ഓർഡറിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിധിയിൽ വരുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഒരു ഓർഡറോ ജഡ്ജ്മെൻറ്റോ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കണം, എന്നാൽ ഈ കണ്ടീഷൻ ബാധകമാവും, ഈ സെക്ഷൻ ബാധകമാണ്. നിലവിലുണ്ടായിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി റിമൈനിങ് ഇൻ ഫോഴ്സ്. ഓക്കെ, റിമെയിൻസ് ഇൻ ഫോഴ്സ്. അപ്പോൾ ഇനി നമുക്ക് അത് ഡീകോഡ് ചെയ്യാം. നത്തിങ് വിച്ച് ഇസ് ഡൺ ഇൻ പർസുവൻസ് ഓഫ് ആൻ ഓർഡർ ഓർ ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ ഓർ വിച്ച് ഇസ് വാറൻറ്റഡ് ബൈ സച്ച് ഓർഡർ ഓർ ജഡ്ജ്മെൻറ്റ്, പ്രൊവൈഡഡ് എന്താണ് കണ്ടീഷൻ എന്താണ്? ദി ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ ഷുഡ് റിമെയിൻ ഇൻ ഫോഴ്സ്. ഓക്കെ, ഇപ്പോഴും നിലവിലുള്ള ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ ആയിരിക്കണം, അല്ലാതെ പണ്ടത്തെ അതിന് മേലെ അപ്പീൽ പോയതോ സ്റ്റേ പോയതോ ഒന്നും ആയിരിക്കും, സ്റ്റേഡോ ഒന്നും ആയിരിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോഴും നിലവിലുള്ള ഒരു ഓർഡറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതിന് പെർസുവൻസ് ആയിട്ടോ അല്ലെങ്കിൽ അതിൽ വാറൻറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമോ നമ്മൾ കമ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ഒഫൻസ് അല്ലാതാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് കണ്ടീഷൻ? എന്താ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ഓർഡർ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഈ കോർട്ടിന് പുറപ്പെടുവിക്കാൻ ഒരു അധികാരവും ഇല്ലായിരുന്നു. കോർട്ട് ഡിഡ് നോട്ട് ഹാവ് എനി ജൂറിസ്ഡിക്ഷൻ ടു പാസ് സച്ച് ആൻ ഓർഡർ ഓർ ജഡ്ജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ ചെയ്താലും അതൊരു ഒഫൻസ് അല്ല. നമ്മുടെ കോടതിക്ക് അങ്ങനെ ഒരു ഓർഡറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റോ പുറപ്പെടുവിക്കാനുള്ള അധികാരമില്ലായിരുന്നു, അല്ലെങ്കിൽ പരിധിയില്ലായിരുന്നു. ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരു വിധി നിർണ്ണയിക്കാനുള്ള അധികാരം, ജൂറിസ്ഡിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു ഓർഡർ നിലവിലുണ്ടായിരുന്നെങ്കിൽ അതിനനുസരിച്ചോ അതിൽ പരാമർശിച്ചിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ മെയിനായിട്ട് വേറൊരു കണ്ടീഷൻ കൂടെ പറയുന്നത്, അതെന്താണ്? ദി പേഴ്സൺ കമ്മിറ്റിംഗ് ദി ആക്ട്, അതായത് ഹൂ ഈസ് ഒബേയിങ് ദി ഓർഡർ അല്ലെങ്കിൽ ഹൂ ഈസ് ആക്ടിങ് ഇൻ പെർസുവൻസ് ഓഫ് ദി ഓർഡർ, അല്ലേ? രണ്ട് വാക്കുകൾ പഠിച്ചു, പെർസുവൻസ്, വാറൻറ്റഡ്. അപ്പോൾ ഈ പേഴ്സൺ ഹൂ ഈസ് ഡൂയിങ് ദി ആക്ട് ഷുഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇവിടെ എന്താ ഗുഡ് ഫെയ്ത്തിൻ്റെ കളിയാണ്. ഉത്തമ വിശ്വാസം അല്ലെങ്കിൽ പൂർണ്ണ വിശ്വാസം വേണമായിരുന്നു. ആ ഓർഡർ പുറപ്പെടുവിച്ച കോടതിക്ക് കൃത്യമായ അധികാരമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കൃത്യമായ ജൂറിസ്ഡിക്ഷനോട് കൂടിയാണ്, കൃത്യമായ ആധികാരികത ഉള്ള കോടതി തന്നെയാണ് അങ്ങനെ ഒരു ഉത്തരവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത് എന്ന് എനിക്ക് പൂർണ്ണ ബോധമുണ്ടായിരുന്നിരിക്കണം. അല്ലാതെ എനിക്കിതിൻ്റെ സംഭവം അറിയാമായിരുന്നുവെങ്കിൽ, ഇതിൻ്റെ ലൂപ്പ് ഹോൾ എനിക്ക് അറിയാമായിരുന്നു. അതായത് ഇങ്ങനെ ഒരു കോടതിക്ക് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാനുള്ള, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എനിക്കത് അറിയാമായിരുന്നു. അതായത് അങ്ങനെ ഒരു കോടതിക്ക് ആ ജൂറിസ്ഡിക്ഷൻ ഇല്ല. ഓക്കെ, ഈ കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യമല്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് ഓർഡറോ ഒരു എറർ പറ്റിയതാണ് കോടതിക്ക്. ഓക്കെ, കോടതിക്ക് മിസ്റ്റേക്ക് പറ്റാമല്ലോ, മനുഷ്യന്മാരല്ലേ. അപ്പോൾ കോടതിക്ക് അങ്ങനെ സംഭവിച്ചതാണ് എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിനെ മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അത് ഉടനെ എടുത്തുകൊണ്ട് പോയി അത് പ്രകാരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്, ആക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റില്ല? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ നമുക്ക് കിട്ടില്ല. കാരണം ബിക്കോസ് വി ഡിഡ് നോട്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ബിലീവ്. ഓക്കെ, നമുക്ക് പൂർണ്ണ വിശ്വാസം, നമുക്കത് അറിഞ്ഞുകൂടായിരുന്നിരിക്കണം. അതായത് ഞാൻ വിചാരിച്ചു എന്താണ്, കോടതിക്ക് കൃത്യമായ പരിധി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ സെക്ഷൻ 16 വർക്കൗട്ട് ആവൂ. സെക്ഷൻ 16 എന്താണ്? ആക്ട് ഡൺ പെർസുവൻറ്റ് ടു ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ ഓഫ് ദി കോർട്ട്. സിമ്പിളായിട്ട്, ആക്ട് ഡൺ ഇൻ പെർസുവൻസ് ഓർ വിച്ച് ഇസ് വാറൻറ്റഡ് ബൈ എ ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ ഓഫ് ദി കോർട്ട്. ഓക്കെ, while the court may not have jurisdiction to pass such judgment or order, provided the person thus doing the act in good faith believed that court had such jurisdiction. ഓക്കെ, ഇറ്റ് ഹാഡ് ടു ബി റിമെയിൻ. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ള, അതായത് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഡർ ഷുഡ് ഹാവ് റിമെയിൻഡ് ഇൻ ഫോഴ്സ്. ഇപ്പോഴും നിലവിലുള്ള ഒരു ഓർഡറിനോ ജഡ്ജ്മെൻറ്റിൻ്റെയോ അനുസരിച്ചുള്ള കാര്യമായിരിക്കണം നമ്മൾ ചെയ്തിരുന്നത്. എങ്കിലേ ഈ ഒരു സെക്ഷൻ വർക്ക് ചെയ്യൂ. മനസ്സിലായോ?
മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അടുത്തത് നമുക്ക് സെക്ഷൻ 17 പോവാം. 17 പറയുന്നത് എന്താ? നത്തിങ് ഈസ് എൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ബൈ എ പേഴ്സൺ. ഇവിടെ എല്ലാം പറയുന്ന ആക്റ്റുകൾ തന്നെയാണ്. എപ്പോഴാണ് ഈ ആക്റ്റുകൾ ഒഫൻസ് അല്ലാതാവുന്നത് എന്ന് പറയുന്നതാണ്. ഓക്കെ, ജനറൽ എക്സെപ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നത്തിങ് ഈസ് എൻ ഒഫൻസ് വെൻ വിച്ച് ഇസ് ഡൺ ബൈ എനി പേഴ്സൺ ഹു ഇസ് ജസ്റ്റിഫൈഡ് ബൈ ലോ. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അതായത് അങ്ങനെ ഒരു ആക്ട് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു കാരണ നിയമം പറയുന്നുണ്ട്. അതായത് ഒരു ന്യായീകരണം ലോ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, എന്താണ്? അദ്ദേഹത്തിന് അവിടെ ഒരു നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ബൈ റീസൺ ഓഫ് മിസ്റ്റേക്ക്, നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ, അതായത് ബൈ റീസൺ ഓഫ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, ഒരു വസ്തുതാപരമായ തെറ്റ് മൂലവും, അതുപോലെ അതൊരു മിസ്റ്റേക്ക് ഓഫ് ലോ ആവാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് അത് ചെയ്തത്. എങ്ങനെ? എന്ത് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു? പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ നിയമത്തിൻ്റെ ഒരു പരിരക്ഷ ഉണ്ടായിരുന്നു. അത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ നിയമം കൊടുത്ത ആ ഒരു അധികാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചാണ് അദ്ദേഹം അത് ചെയ്തിരുന്നത് എങ്കിൽ അതൊരു ഒഫൻസ് അല്ല. എന്താണ് പറയുന്നത്? എപ്പോഴാണ് ഒരു പേഴ്സൺ ആക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇഫ് ഹീ ഈസ് ജസ്റ്റിഫൈഡ് ബൈ ലോ, നിയമത്തിൻ്റെ പരിരക്ഷ അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന പോലെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം വിചാരിച്ചത് നിയമത്തിൻ്റെ ആ ഒരു നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ആക്ട് ചെയ്യുകയാണ്. ഹി ബിലീവ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് അത് ചെയ്തത്. ബട്ട് അത് അങ്ങനെ ഒരു വിശ്വാസം വന്നത് എപ്രകാരമായിരിക്കണം? ഒരു വസ്തുതാപരമായ തെറ്റ് മൂലം, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് കൊണ്ടായിരിക്കണം, നോട്ട് ബൈ മിസ്റ്റേക്ക് ഓഫ് ലോ. എല്ലാം സിമിലർ ആയിട്ടുള്ള സെക്ഷൻസ് തന്നെയാണ്. അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. സെക്ഷൻ 17 അപ്പോൾ സിമ്പിളാണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ നിയമപരമായ നമുക്ക് നിയമപരമായി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ലേ? അതായത് സാധാരണഗതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന എന്താണ്? ഒരു പോലീസ് ഓഫീസറിന് മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഒരു സിറ്റിസന് എപ്പോഴാണ് നിയമം ഇങ്ങനെ ഒരു റൈറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ എങ്കിലും ഒരു ഒഫൻസ് നമ്മുടെ കൺമുന്നിൽ നടക്കുകയാണ്. പെട്ടെന്ന് ആ സമയത്ത് അവിടെ പോലീസോ അല്ലെങ്കിൽ കൺസേൺ അതോറിറ്റീസോ ഒന്നും ഉണ്ടായിരിക്കില്ല. ആ സമയത്ത് എന്ത് ചെയ്യാം? ഒരു ലീഗൽ ഒരു സാധാരണ ഒരു ഇന്ത്യൻ സിറ്റിസന് എന്ത് ചെയ്യാം? നിയമം ഒരു പവർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അയാളെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. അയാളെ ബന്ധനസ്ഥനാക്കാം. അയാളെ എന്ത് ചെയ്യാം? കെട്ടിയിടാം, അല്ലെങ്കിൽ പിടിച്ച് കെട്ടിയിടാം. ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, നാട്ടുകാരൊക്കെ പിടിച്ച് കെട്ടണം. എന്നിട്ട് എപ്പോൾ വരെ കെട്ടിയിടാം? പ്രോപ്പർ അതോറിറ്റീസ് അറൈവ് ചെയ്യുന്നവരെ കെട്ടിയിടാം, അല്ലെങ്കിൽ അയാളെ തടങ്കലിൽ വയ്ക്കാം. ഓക്കെ, അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ മൂവ്മെൻറ്റ് പ്രൊഹിബിറ്റ് ചെയ്യുക. അയാൾക്ക് പിന്നെ അനങ്ങാൻ പറ്റില്ല, ആ രീതിയിലാക്കുക. അതാണ് അറസ്റ്റ് എന്ന്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെയും മനസ്സിലാവും. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു വഴിയെ നടന്നു പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് മറ്റൊരാളെ ഒരു കൊലപാതകം നടക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, എ എന്ന് പറയുന്ന ആൾ ബിയെ കൊല്ലുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? അപ്പോൾ ഞാൻ എൻ്റെ പൂർണ്ണ വിശ്വാസം എന്താണ്? എനിക്ക് അയാളെ അറസ്റ്റ് ചെയ്യാം. കാരണം നിയമം എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു അധികാരം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ജസ്റ്റിഫൈഡ് ബൈ ലോ. ഞാൻ അങ്ങനെ ചെയ്താൽ അതൊരു തെറ്റാവില്ല. കാരണം അത് ന്യായീകരണമാണ്. കാരണം അല്ലെങ്കിൽ അവൻ ഓടിപ്പോവില്ലേ, കൾപ്രിറ്റ് ഓടിപ്പോവില്ലേ, പ്രതി ഓടിപ്പോവും. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് ഞാൻ പോയി അയാളെ പിടിച്ചു വെച്ചു, അല്ലെങ്കിൽ കെട്ടിയിട്ടു. എന്നിട്ട് എന്താണ്, 2 അടിയൊക്കെ കൊടുത്തു എന്ന് വയ്ക്കുക. നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഇയാളെ പിടിച്ചു വയ്ക്കുകയാണെന്ന് വയ്ക്കുക. പോലീസ് വരുന്ന സമയത്ത് കൊടുത്തു. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഈ എ ബിയെ കൊന്നത് ചുമ്മാതെയല്ല. ഈ ബി എന്ത് ചെയ്തു? ബി എയെ കൊല്ലാനായി ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം, എ എന്ന് പറയുന്ന ആൾ ഒരു സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ടാണ്, റിട്ടാലിയേഷൻ്റെ ഭാഗമായിട്ടാണ്, അദ്ദേഹം സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റേ ആളെ കൊന്നതറിയാതെ. മനസ്സിലായോ? അപ്പോൾ അല്ലെങ്കിൽ സ്വന്തം ജീവൻ അപകടത്തിലാവും. അതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചെന്തോ ചെയ്തപ്പോൾ അറിയാതെ അയാൾ മരിച്ചുപോയി. അപ്പോൾ അതായിരുന്നില്ല. പക്ഷെ അത് നമ്മൾ കണ്ടു കാണില്ല. അപ്പം ഞാൻ വിശ്വസിച്ചിരുന്നത്, എൻ്റെ ഗുഡ് ഫെയ്ത്ത് എന്തായിരുന്നു?
അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് കാരണമാണ്. നമുക്കൊരു മിസ്റ്റേക്ക് ഓഫ് ലോ പറ്റിയിട്ടില്ല, പക്ഷേ ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, അടുത്ത ഫാക്ട് എനിക്ക് മനസ്സിലായില്ല, അത് തെറ്റ് പറ്റിയതാണ് എനിക്ക്. അപ്പം ഞാൻ എന്ത് ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഞാൻ എന്ത് ബിലീവ് ചെയ്തു? ഇൻ ഗുഡ് ഫെയ്ത്ത്. അതായത് എനിക്ക് ആ ഒരു നിയമപ്രകാരം ആയിട്ടുള്ള ഒരു പവർ, അല്ലെങ്കിൽ നിയമം അങ്ങനെ ഒരു പവർ എനിക്കുണ്ട് എന്ന് വിചാരിച്ചാണ് ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളും ഒഫൻസ് അല്ല. അതാണ് സെക്ഷൻ 17 പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. 17 പറയുന്നത് നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ബൈ എൻ പേഴ്സൺ ഹു ഈസ് എയ്തർ ജസ്റ്റിഫൈഡ് ബൈ ലോ, അല്ലെങ്കിൽ ഹു ബിലീവ്സ് ഹിംസെൽഫ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ലോ ഇൻ ഡൂയിങ് ഇറ്റ് ബൈ റീസൺ ഓഫ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, അല്ലെങ്കിൽ നോട്ട് ബൈ മിസ്റ്റേക്ക് ഓഫ് ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സെക്ഷൻ 17. ഇനി നമ്മൾ പറയുന്നത് സെക്ഷൻ 18 ആണ്. എന്താണ് ഇവിടെ? ഒരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ മിസ്ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു കീവേഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കീവേഡ് വെച്ച് വേണം പഠിക്കാൻ കേട്ടോ. ഓരോ ഇത് കണ്ടോ, ഈ ആക്സിഡൻറ്റിന് ലോഫുൾ, ഇവിടെ കണ്ടോ ആക്സിഡൻ്റ് ആണ് നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് മുമ്പിലത്തേലോ പേഴ്സൺ ജസ്റ്റിഫൈഡ്, അതാണ് 17th. ഓക്കെ, അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർമ്മ കിട്ടും. 16 എന്ന് പറയുന്നത് പെർസുവൻ്റ് ടു ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ, പെർസുവൻ്റ് അല്ലെങ്കിൽ വാറണ്ടഡ് ബൈ ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ 16. 15 എന്ന് പറയുമ്പോൾ ജഡ്ജ് ആക്ടിങ് ജുഡീഷ്യലി. 14 എന്ന് പറയുമ്പോൾ എന്താ? പേഴ്സൺ ബൗണ്ട് ഓർ ബിലീവ് ടു ബി ബൗണ്ട്. ഓക്കെ, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഇങ്ങനെ ഓർത്തിരിക്കും, ഇങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്, അതിനാണ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി പെട്ടെന്ന് നമുക്ക് തീർക്കാം, സമയമില്ല. അപ്പോൾ നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ബൈ ആക്സിഡൻറ്റ് ഓർ മിസ്ഫോർച്യൂൺ ആൻഡ് വിത്തൗട്ട് എനി ക്രിമിനൽ ഇൻറ്റൻഷൻ ഓർ നോളജ് ഇൻ ഡൂയിങ് എ ലോഫുൾ ആക്ട് ഇൻ എ ലോഫുൾ മാനർ ബൈ ലോഫുൾ മീൻസ് ആൻഡ് വിത്ത് പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഒരു ലോഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഒരു ലോഫുൾ ആക്ട് ആയിരിക്കണം. എന്തായിരിക്കണം? ലോഫുൾ ആക്ട് ആയിരിക്കണം. അല്ലാതെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സെക്ഷൻ പറയാൻ പറ്റില്ല. ഒരു ലോഫുൾ ആക്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഏത് വിധേന? ഒരു ലോഫുൾ മാനർ, ഒരു ലീഗലി ഞാൻ മൊത്തത്തിലൊരു ലീഗലായിട്ട് ഒരു കാര്യം ചെയ്യണം. ബൈ ലോഫുൾ മീൻസ് എന്തുകൊണ്ട്? ഒരു ലോഫുൾ മീൻസ് ആൻഡ് വിത്ത് പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്കിൽ ഈ സെക്ഷൻ ഓക്കെയാണ്. അതായത് ഞാനൊരു ലോഫുൾ ആക്ട് ആയിരിക്കണം ചെയ്തിരിക്കുന്നത്, അത് ഒരു ലോഫുൾ മാനറിലായിരിക്കണം. എങ്ങനെ? ഒരു ലോഫുൾ മീൻസ് ഉപയോഗിച്ചായിരിക്കണം അത് ചെയ്തിരിക്കുന്നത്. ലോഫുൾ മീൻസ് എന്ന് പറയുന്നത് എന്തോ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. വിത്ത് പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കൃത്യമായ ഒരു കെയർ ആൻഡ് അറ്റൻഷൻ വേണം അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ഓക്കെ, അപ്പോഴേ മനസ്സിലാവും ഇതെന്തോ അപകടം പിടിച്ച ജോലിയാണ്. ഓക്കെ, അപകടം പിടിച്ച ജോലിയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഒരു ക്രിമിനൽ ഇൻറ്റൻഷനോ അല്ലെങ്കിൽ നോളജോ പാടില്ല. വിത്തൗട്ട് എനി ക്രിമിനൽ ഇൻറ്റൻഷൻ ആയിരിക്കണം. നമുക്ക് ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ അല്ലാതെ മനഃപൂർവ്വം ഞാനിങ്ങനെ, അത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനൊരു കോടാലി ഉപയോഗിച്ച് ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കോടാലി ഉപയോഗിച്ച് എന്താണ് അവിടെ ഒരു ലോഫുൾ ആക്ട് എന്താണ്? മരം വെട്ടുന്നത് ലോഫുൾ ആക്ട് ആണെങ്കിൽ മാത്രം. അതായത് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ പോയി തടി കടത്തുന്ന അതൊക്കെ ഇല്ലീഗലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മരം വെട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മാവോ അല്ലെങ്കിൽ വൃക്ഷമോ അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണം ഞാൻ മുറിച്ച് കളയാണ്, വിൽക്കുകയാണ്. അപ്പോൾ അതൊരു ലോഫുൾ ആക്റ്റായി. ലോഫുൾ മാനറിൽ തന്നെയാണ്. അതായത് വേറെ ലീഗൽ മെത്തേഡൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ലോഫുൾ ആയിട്ടുള്ള, അതായത് ഒരു കോടാലി ഉപയോഗിച്ചിട്ട്, കോടാലിക്ക് ഒരു പിടിയുണ്ട്, തലയുണ്ട് അല്ലേ, അത് തല നമ്മൾ സപ്പോർട്ടൊക്കെ വെച്ചിട്ടാണ് അത് പിടിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്? അത് ലോഫുൾ മാനറിലാണ് അത് ചെയ്യുന്നത്. ബൈ ലോഫുൾ മീൻസ് വിത്ത് പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ. കൃത്യമായി നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് അത് ചെയ്തത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിമിനൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലിമെൻ്റാണ് ഇവിടെ. ക്രിമിനൽ ഇൻറ്റൻഷൻ ഇല്ലായിരിക്കണം എന്നുള്ളതാണ്. ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ലോഫുൾ ആക്ട് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ലോഫുൾ മാനറിൽ ലോഫുൾ മീൻസ് ഉപയോഗിച്ച് ചെയ്തതാണെങ്കിൽ പോലും എന്താണ്, ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു എക്സെപ്ഷൻ എടുക്കാൻ പറ്റില്ല. അതായത് പെട്ടെന്ന് എൻ്റെ ഒരു ശത്രു, ഞാനൊരു എക്സാമ്പിൾ പറയാം, ഞാനത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അറിയാതെ ഈ കോടാലിയുടെ മൂർച്ചയുള്ള തലഭാഗം എന്ത് ചെയ്യാണ്? തെറിച്ച് പോയി മറ്റൊരാളുടെ ദേഹത്ത് തറച്ച് അയാൾ മരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഇലസ്ട്രേഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എനിക്ക് ഒരു ക്രിമിനൽ ഇൻറ്റൻഷനോ നോളജോ ഇല്ല,
ഇങ്ങനെ ഒരു ലോഫുൾ ആക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു ക്രിമിനൽ ഇൻറ്റൻഷനോ നോളജോ പാടില്ല, ക്രിമിനൽ ഇൻറ്റൻഷൻ ഓർ നോളജ് പാടില്ല, ക്രിമിനൽ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ക്രിമിനൽ നോളജ് പാടില്ല. ആൻഡ് ചെയ്യുന്ന കാര്യം എന്തായിരുന്നിരിക്കണം? ഒരു ലോഫുൾ ആക്ട് ഇൻ ലോഫുൾ മാനർ, മൊത്തത്തിലൊരു ലോഫുൾ ആക്ട് ആയിരുന്നിരിക്കണം ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴാണ് ഒരു പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ, അതായത് സാധാരണ മനുഷ്യൻ ശ്രദ്ധിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം, അത് കഴിഞ്ഞ് നമുക്ക് പറ്റില്ല. ഓക്കെ, അതൊരു ആക്ട് ഓഫ് ഗോഡ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ പരിധി കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലായിരുന്നു എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ശ്രദ്ധയോ അല്ലെങ്കിൽ കോഷനോ നമ്മൾ എടുത്തിരുന്നിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിളിലോട്ട് വരൂ. പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ ഇത് തെറിച്ച് വേറൊരാളെ പോയി തറച്ച് കൊല്ലുകയാണ്. അവിടെ രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, അയാളോട് എനിക്ക് ബദ്ധവിരോധമുണ്ട്, അയാളെ ഞാൻ പല സമയങ്ങളിലായിട്ട് കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഒരാളായിരുന്നു എന്ന് വയ്ക്കുക. അയാളെ ഞാൻ കൊല്ലാൻ വേണ്ടി നോക്കിയിരുന്നു അവിടെ, കാരണം എനിക്കൊരു ക്രിമിനൽ ഇൻറ്റൻഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒഫൻസ് ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആവില്ല. അതേസമയം എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു ക്രിമിനൽ ഇൻറ്റൻഷനോ ആ സമയത്തില്ല, എൻ്റെ ശത്രു ആണെങ്കിൽ പോലും ഞാൻ കൊല്ലാനുള്ള ദേഷ്യമൊന്നും എനിക്കില്ല എന്ന് വയ്ക്കുക. ക്രിമിനൽ ഇൻറ്റൻഷനോ നോളജോ അവിടെ തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു ജനറൽ എക്സെപ്ഷനിൽ വരും. കാരണം ഞാൻ അവിടെ കൃത്യമായി ലീഗലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്, ലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ മരം വെട്ടുമായിരുന്നു, എൻ്റെ പറമ്പിലുള്ള മരം വെട്ടുമായിരുന്നു. ഞാൻ കൃത്യമായിട്ട് കോഷൻ, അതായത് ആ നമ്മൾ കൃത്യമായി കോടാലിയൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് വളരെ സൂക്ഷിച്ചാണ് വെട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഇറ്റ് ഹാപ്പൻഡ് ബൈ ആൻ ആക്സിഡൻറ്റ് ഓർ മിസ്ഫോർച്യൂൺ, ഒരു മിസ്ഫോർച്യൂൺ സംഭവിച്ചു അവിടെ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അങ്ങനെ ചെയ്യുന്ന ആക്റ്റുകൾ എന്തല്ല, ഒഫൻസ് അല്ല എന്നാണ് സെക്ഷൻ 18 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 18 കീവേഡ്സ് പഠിച്ച് വയ്ക്കുക. ആക്സിഡൻറ്റ്, മിസ്ഫോർച്യൂൺ. ഇലിസ്ട്രേഷൻ സെയിം ആണ്, ഈ കാര്യം നാം പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. സമയമില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. മനസ്സിലാവുമല്ലോ, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങോട്ട് കുറച്ച് കൺഫ്യൂഷൻ വരുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അടുത്ത സെക്ഷൻ നോക്കൂ, സെക്ഷൻ 19 ആണ്. സെക്ഷൻ 19 മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറച്ച് വിശദീകരിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ എടുത്തിരുന്ന നോട്ടോടെ ഒരു മിനിറ്റ്. ഓക്കെ, സെക്ഷൻ 19 എന്ത് പറ്റി? കാര്യം ചെയ്യാം. സെക്ഷൻ 19 പറയണമെങ്കിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഒരു എക്സാമ്പിൾ വഴി എനിക്ക് ചെയ്യാൻ പറ്റും. ഒരു വലിയ 2 എക്സാമ്പിൾസ് അത് ഇലിസ്ട്രേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളൊരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരു വലിയ ഒരു ഹാം, എന്താണ്, ഇപ്പോൾ ഞാനൊരു വലിയ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയ തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ല, അങ്ങനെ ഒരു ഫിലോസഫി ഉണ്ട്. ഒരു ചെറിയ തെറ്റാണ്, എനിക്കറിയാം ഞാനത് തെറ്റ് അറിയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷേ ഒരു വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ തെറ്റ് ചെയ്യുന്നതെങ്കിലോ, വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ തെറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതായത് ഞാൻ ആ ഇലിസ്ട്രേഷൻ പറഞ്ഞ് തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതായത് ഒരു വലിയൊരു കപ്പൽ അത് വളരെ സ്പീഡിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ വളരെ ഒരു നാരോ പാസേജിലോട്ട് പോവുകയാണ്. ഓക്കെ, വളരെ ഒരു നാരോ പാസേജിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്നൊരു സ്റ്റേജിലെത്തി, അതായത് ഷിപ്പ് നിർത്തണം, കാരണം അങ്ങോട്ട്
അങ്ങോട്ട് ഇനി എന്താണ് വലിയൊരു ഗർത്തമാണ് അല്ലെങ്കിൽ വലിയൊരു ചുഴി കണ്ടു എന്ന് വയ്ക്കുക. പെട്ടെന്ന് ഷിപ്പ് നിർത്തണം. പക്ഷേ ഷിപ്പ് നിർത്തുമ്പോൾ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ലെഫ്റ്റിലോട്ട് തിരിയണം, അല്ലെങ്കിൽ റൈറ്റിലോട്ട് തിരിയണം. അല്ല, ലെഫ്റ്റിലോട്ട് എന്തായാലും അല്ല, സോറി, ഒരു കാര്യം, ചുഴിയല്ല, പെട്ടെന്നൊരു ഒരു ചെറിയ ബോട്ട് കണ്ടു. എന്തായാലും ഇയാൾക്ക് നിർത്താൻ പറ്റില്ല. അതിന് മുമ്പ് ബ്രേക്ക് അത് മിസ്സായി. ഹി ഓവർലുക്ക്ഡ് ഇറ്റ്. അതിൻ്റെ ക്യാപ്റ്റൻ ഓവർലുക്ക് ചെയ്തു. അയാൾ അത് ആദ്യം കണ്ടില്ല. അപ്പോൾ ഇനി ബ്രേക്ക് ചവിട്ടി, നിങ്ങൾക്കറിയാമല്ലോ ഷിപ്പിലൊക്കെ ബ്രേക്ക് ചവിട്ടി പതുക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഒന്നും പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, ഇത് നിർത്തണം. ബട്ട് ഈവൻ ഇഫ് ഈ ബ്രേക്ക് ഇറ്റ് പ്രോപ്പർലി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് ഇടിക്കാതെ നിൽക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആകെ ഒരു വഴിയേ ഉള്ളൂ, ലെഫ്റ്റിലോട്ട് തിരിക്കുക, ലെഫ്റ്റിലോട്ട് പതുക്കെ കോഴ്സ് ചേഞ്ച് ചെയ്യുക എന്ന് വിചാരിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ ലെഫ്റ്റിലും ഒരു ചെറിയ ഷിപ്പുണ്ട് എന്ന് വയ്ക്കുക. ലെഫ്റ്റിലും ഒരു ചെറിയ ബോട്ടുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ബോട്ടിൽ 10-40 ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, 40 പേരുണ്ടായിരുന്നു. മറ്റതിൽ 2 പേരേ ഉള്ളൂ. 2 പേരേ ഉണ്ടായിരുന്നു. എന്തായാലും ഇയാൾ ബ്രേക്ക് ചവിട്ടിയാലും ഈ 40 പേരുള്ള ഈ ബോട്ടിനെ തകർത്തുകൊണ്ടേ നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു കാര്യം ലെഫ്റ്റിലോട്ട് തിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇയാൾ എന്ത് ചെയ്യാണ്, ഇയാൾക്ക് ഒരു ക്രിമിനൽ ഇൻറ്റൻഷനും ഇല്ല, ഇയാൾക്ക് നല്ല ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇയാൾക്കറിയാം ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഹാം ഉണ്ടാവും എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ CA എന്ത് ചെയ്യണം, ചിലപ്പോൾ തകർത്തുകൊണ്ടായിരിക്കും അത് നിൽക്കുന്നത് എന്നറിയാം. പക്ഷേ എങ്കിൽ പോലും അയാൾ അവരെയും കൊല്ലാതിരിക്കാൻ ഉള്ള രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടാണ് തിരിക്കുന്നതെന്ന് വയ്ക്കുക. അതായത് വളരെ സൂക്ഷിച്ച് അയാൾ ലെഫ്റ്റിലോട്ട് തിരിക്കുകയാണ്. അവിടെ ആ ഒരു C, അതായത് ഇത് C, ഇത് B, ഇത് A ആണെന്ന് വയ്ക്കുക. അപ്പോൾ ഈ C ബോട്ടിനെ തൊടാത്ത രീതിയിൽ ലെഫ്റ്റിലോട്ട് തിരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്, ഒരു ഗുഡ് ഇൻറ്റൻഷനാണ്. ഗുഡ് ഫെയ്ത്തിൽ അയാൾ വിചാരിച്ചു വലിയൊരു ഇമ്മിനൻ്റ് ആയിട്ടുള്ള ഡേഞ്ചർ, അതായത് ഇതാണ് ഇമ്മിനൻ്റ് ഡേഞ്ചർ എന്ന് പറയുന്നത്. ഇമ്മിനൻ്റ് ഡേഞ്ചർ ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയ ഹാം വരാൻ സാധിക്കുന്ന ഒരു ആക്ട് ചെയ്യുകയാണ്. ചെറിയ ഹാം ചെയ്യണം. അതായത് CA ഇടിച്ച് വിടാനല്ല നോക്കുന്നത്, അങ്ങനെ പോസിബിലിറ്റി ഉള്ള ഒരു ആക്ട് ചെയ്യുകയാണ്. അതായത് A ലെഫ്റ്റിലോട്ട് തിരിക്കുകയാണ്. അത് റിസ്കി ഏർപ്പാടാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ എങ്കിലും CAയും പ്രൊട്ടക്ട് ചെയ്യണം, BAയും പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഗുഡ് ഫെയ്ത്തിൽ, ഗുഡ് ഇൻറ്റൻഷനോടുകൂടി, വിത്തൗട്ട് എനി ക്രിമിനൽ ഇൻറ്റൻഷൻ അദ്ദേഹം അങ്ങനെ തിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ C എന്ത് ചെയ്തു, Cയിലുണ്ടായിരുന്ന 2 ആൾക്കാർ മരിക്കുകയാണ് ഇടിച്ച്. അവിടെ ഇതിൽ Aയിലെ ക്യാപ്റ്റൻ ഒരു ഒഫൻസ് ആണോ കമ്മിറ്റ് ചെയ്യുന്നത്? അല്ല, ബിക്കോസ് ഹി ഡിഡ് നോട്ട് ഹാവ് എ ക്രിമിനൽ ഇൻറ്റൻഷൻ. അയാൾ CA രക്ഷിക്കാൻ വേണ്ടി മാക്സിമം നോക്കി. എന്നാൽ ബി എന്ന് പറയുന്ന വലിയൊരു ഡേഞ്ചറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് അദ്ദേഹത്തിന് മുതിരേണ്ടി വന്നത്. അദ്ദേഹത്തിന് അറിയാം അതൊരു ഹാംഫുൾ ആക്റ്റാണ്. ബട്ട് എന്താണ്, ഹി ഹാഡ് ദി നോളജ് ദാറ്റ് ഇറ്റ് വാസ് ഹാംഫുൾ, ഇറ്റ് മേ കോസ് ഹാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹം മാക്സിമം ശ്രമിച്ചു, ട്രൈ ചെയ്തു. അതാണ് ഈ ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് നത്തിങ് ഈസ് ആൻ ഒഫൻസ് merely by reason of it being done with the knowledge that it is likely to cause harm. അതിൽ അറിയാമായിരുന്നല്ലോ അദ്ദേഹത്തിന്, ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതൊരു ഹാംഫുൾ ആയിട്ടുള്ളൊരു ആക്റ്റാണ്. ഇറ്റ് ക്യാൻ കോസ് ഹാം. ചിലപ്പോൾ അത് ഇടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുന്നറിയാം. പക്ഷേ അദ്ദേഹം അത് ചെയ്തത് എന്തായിരുന്നിരിക്കണം, ഒരു ക്രിമിനൽ ഇൻറ്റൻഷനും ഇല്ലാതെ ആയിരുന്നിരിക്കണം. അദ്ദേഹം അത് ചെയ്തത്. അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷനുണ്ട്, ഒരു ഗുഡ് ഫെയ്ത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നിരിക്കണം, പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ചെയ്യുന്നത് മൂലം വലിയൊരു ഡേഞ്ചർ അല്ലെങ്കിൽ ഒരു ഹാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അപ്പം നത്തിങ് ഈസ് ആൻ ഒഫൻസ് മിയർലി ബൈ റീസൺ ഓഫ് ഇറ്റ് ബീങ് ഡൺ. ഓക്കെ, വിത്ത് ദി നോളജ് ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ലി ടു കോസ് ഹാം. അദ്ദേഹം അത് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് അത് നോളജ് ഉണ്ടായിരുന്നു, അത് ഹാം കോസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സാധ്യതയുള്ള ഒരു ആക്റ്റാണ് എന്ന് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അത് ചെയ്തതുകൊണ്ട് മാത്രം അതൊരു ഒഫൻസ് ആവില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിന് ക്രിമിനൽ ഇൻറ്റൻഷനിൻ്റെ ഉണ്ടായിരുന്നിരിക്കില്ല, ഒരു ഹാം ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹം അത് ചെയ്തത് ഒരു ഗുഡ് ഫെയ്ത്തിലാണ്, അതായത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി, സദുദ്ദേശത്തിൽ, ഒരു പൂർണ്ണ വിശ്വാസത്തിലാണ് അദ്ദേഹം ചെയ്തത്. ഒരു വലിയ ഹാം ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത് എന്ന്.
ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ഇൻ സച്ച് എ കേസ് വെർ ഹാം ടു ബി പ്രിവെൻറ്റഡ് ഓർ അവോയ്ഡഡ് ഇസ് ഓഫ് സച്ച് നേച്ചർ ആൻഡ് സോ ഇമ്മിനൻറ്റ്. കണ്ടോ, പ്രിവെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഹാം വളരെ വലുതായിരിക്കണം. ഇൻ ഓർഡർ ടു ജസ്റ്റിഫൈ ദി റിസ്ക് ഓഫ് ഡൂയിങ് ദി ആക്ട് വിത്ത് നോളജ് ദാറ്റ് മറ്റൊരു ആക്ട് ചെയ്യുന്ന ഹാംഫുൾ ആക്ട് ചെയ്യുന്നതിൽ ന്യായീകരിക്കുന്ന രീതിയിലുള്ള വലിയൊരു ഡേഞ്ചർ ആയിരിക്കണം അയാൾ ഒഴിവാക്കിയിരുന്നത്, അല്ലെങ്കിൽ അയാൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അത് നേച്ചർ ആൻഡ് സോ ഇമ്മിനൻറ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ഹാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ചെറിയ റിസ്ക് അദ്ദേഹം എടുത്തിരുന്നത്. ഓക്കെ, നിങ്ങൾക്കത് കൂടുതൽ ഞാൻ പറഞ്ഞ് കുളവാക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു ഇലിസ്ട്രേഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവും. ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു റൺ ഡൗൺ ദി ബോട്ട്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. അതും കൂടെ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളൊരു ഒരു വലിയൊരു ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ ഒരുപാട് വീടുകളുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് വയ്ക്കുക. അപ്പോൾ ഒരു വീടിന് തീ പിടിച്ചു. അപ്പോൾ വേറെ ഒരു നിവൃത്തിയുമില്ല. എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫ്ലാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബിൽഡിങ്സ് ഉണ്ട് എന്ന് വയ്ക്കുക. വേറെ ഇതെല്ലാം കണക്റ്റഡുമാണ്. ഓക്കെ, പെട്ടെന്ന് ഇൻഫ്ലെയിമബിൾ ആവുന്ന മെറ്റീരിയൽ കൊണ്ട് വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഓടിച്ചെന്ന് എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങിനെ പൊളിച്ച് കളയാണ്. ഓക്കെ, ഈ ബിൽഡിങ്ങിനെ പൊളിച്ച് കളയാണ്. എന്തിന്? ഒന്നാമത്തെ കാര്യം എക്കകത്തുള്ള ആൾക്കാരെ രക്ഷിക്കാൻ. അതുപോലെ തന്നെ ഇത് സ്പ്രെഡ് ആവാനായിട്ട് സമ്മതിക്കുന്നില്ല. വലിയൊരു ദുരന്തമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഓക്കെ, അതുപോലെ ഹ്യൂമൻ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി സേവ് ചെയ്യാനായിരിക്കണം ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ടു പ്രിവെൻറ്റ് ഓർ അവോയ്ഡ് അതർ ഹാം ടു പേഴ്സൺ ഓർ പ്രോപ്പർട്ടി. ഒരു ഹാം അല്ലെങ്കിൽ ഡേഞ്ചർ മനുഷ്യൻ ജീവനോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾക്കോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരുന്നിരിക്കണം ഈ ഒരു ചെറിയ ഒരു ആക്ട് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ എയിലുണ്ടായിരുന്ന ആൾക്കാർ മരിക്കുകയോ അല്ലെങ്കിൽ ഈ ബിൽഡിങ് പൊളിച്ചത് തന്നെ ഒരു ഒഫൻസ് ആണല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ ഇല്ല. ഓക്കെ, ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ ഇല്ല. ഹാം ടു ബി പ്രിവെൻറ്റഡ് വാസ് ഓഫ് സച്ച് നേച്ചർ സോ ഇമിനൻറ്റ് സോ ആസ് ടു എക്സ്ക്യൂസ് മൈ ആക്ട്. അല്ലേ, ഞാനാണ് പോയി ഇത് പൊളിച്ചതെന്ന് വയ്ക്കുക. അപ്പോൾ എൻ്റെ ആക്ട് അവിടെ എക്സ്ക്യൂസബിൾ ആണ്. കാരണം അല്ലെങ്കിൽ ഇത് മൊത്തം പടർന്ന് പിടിച്ച് എല്ലാവരും മരിക്കും, അല്ലെങ്കിൽ എല്ലാ വീടും നശിക്കും. ഓക്കെ, ഇനി നമ്മൾ സെക്ഷൻ 20 പോവുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള സെക്ഷൻ 20. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 7 വയസ്സിന് അണ്ടർ ഏജ് ഓഫ് 7, ഓക്കെ, കുട്ടികൾ ചെയ്യുന്ന ഏത് ഒഫൻസ് അല്ല എന്നാണ് പറയുന്നത്. BNS പറയുന്ന പ്രകാരമുള്ള ഒഫൻസുകൾ എന്ത് വേണം എടുത്തോ. 7 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളാണ് അത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതൊരു ഒഫൻസ് അല്ല. നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ബൈ എ ചൈൽഡ് അണ്ടർ 7 ഇയേഴ്സ്. ഓക്കെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, ഡോളി ഇൻ കപ്പക്സ് എന്ന് പറയും. ഹീസ് ഇൻകേപ്പബിൾ ഓഫ് ഡൂയിങ് എനി ക്രൈം. ഡോളി ഇൻ കപ്പക്സ്, അദ്ദേഹം ഒരു കുട്ടിയാണ്, ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു ബോധവും ഇല്ല അതിന്. 7 വയസ്സിന് താഴെ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തെങ്കിൽ പോലും അത് കമ്മിറ്റ് അല്ല, വെറും കുട്ടിയല്ല, 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. കാരണം നെക്സ്റ്റ് 21ാമത്തെ സെക്ഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചിൽഡ്രൻ അബോവ് 7 ഇയേഴ്സ് ആൻഡ് ബിലോ 12 ഇയേഴ്സ്. above 7 years and under 12 years of age. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മെച്യൂരിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡോളി ഇൻ കപ്പക്സ് ആക്കുള്ളൂ. അവരും കുറ്റക്കാരൊന്നും ആയിരിക്കില്ല, പക്ഷേ അവിടെ ഒരു സഫിഷ്യൻ്റ് മെച്യൂരിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അവന് കുറച്ച് ബുദ്ധിയും വിവരമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഒരു ക്രൈം ചെയ്യാനായിട്ടുള്ള മാനസിക ശേഷി ഉണ്ടോ ഇല്ലയോ എന്ന് ജഡ്ജ് പരിശോധിക്കും. അങ്ങനെ ഒരു മാനസിക ശേഷി അറ്റൈൻ ചെയ്തിട്ടില്ല എങ്കിൽ ജഡ്ജ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു കുട്ടിയെയും വെറുതെ വിടും. ഓക്കെ, അതായത് എന്തിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്? അയാൾ ചെയ്ത ആക്ട്, ആ കുട്ടി ചെയ്ത ആക്ടിൻ്റെ നേച്ചറോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളോ കോൺസിക്വൻസോ അതിന് മനസ്സിലാക്കാനുള്ള ചിന്താശേഷി ഉണ്ടോ എന്ന് കോടതി പരിശോധിക്കും. ഓക്കെ, അതാണ് ആക്ട് ഓഫ് ചൈൽഡ് അബോവ് 7 അണ്ടർ 12 ഓഫ് ഏജ് ഓഫ് ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് 21. 20 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോളി ഇൻ കപ്പക്സ് ആണ്. ചൈൽഡ് അണ്ടർ 7 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ നത്തിങ് ഈസ് ആൻ ഒഫൻസ്. 22 അല്ലേ? 22, അതായത് ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ആള് മനസ്സിന് സ്ഥിരതയില്ലാത്ത ആളാണ്. ഓക്കെ, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, മനസ്സിന് സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ മാനസിക അസുഖം നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ആക്ടിൻ്റെ നേച്ചറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു
ആ ഒരു ആക്ടിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ചിന്താശേഷിയോ മറ്റൊന്നുമില്ല അദ്ദേഹത്തിന്. കാരണം എന്താണ്? മാനസിക വിഭ്രാന്തിയുള്ള ഒരാളാണ്. ഓക്കെ, ലൂണറ്റിക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് തെറ്റോ ശരിയോ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ, അദ്ദേഹം ചെയ്യുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല എങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് ഒരു ഒഫൻസ് അല്ല. ഓക്കെ, അപ്പോൾ 22 മനസ്സിലായല്ലോ. ആൻ ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആൾക്കാർ. അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ മാനസിക വിഭ്രാന്തിയുള്ള ആൾ. ഓക്കെ, അതുകൊണ്ട് അതാണ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് കാരണം ഉണ്ടാകുന്ന എക്സെപ്ഷനാണ് 22, സെക്ഷൻ 22. അപ്പോൾ 22 എന്ന് പറയുന്ന കീവേഡ് അൺസൗണ്ട് മൈൻഡ്. അടുത്തത് 23 and 24 എന്ന് പറയുമ്പോൾ ബോത്ത് റിലേറ്റ്സ് ടു ഇൻടോക്സിക്കേഷൻ. അതിൽ 24 കുറച്ച് കൺഫ്യൂസിങ് ആണ്, അത് നമുക്ക് ശരിയാക്കാം. അതായത് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരിക്കണം. ഓക്കെ, അതാണ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചത് കൊണ്ട് മാത്രം നമ്മൾക്ക് ആ ഒരു എന്നിട്ട് അത് ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യണം. ഞാൻ നല്ല രീതിയിൽ വെള്ളമടിച്ചിട്ട് ഞാനൊരു ആക്ട് ചെയ്യുകയാണ്. ആ ആക്ട് ഒഫൻസാണ് BNS പ്രകാരം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഇൻടോക്സിക്കേറ്റഡ് ആകുമ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റില്ല? ഞാൻ കമ്മിറ്റ് ചെയ്ത ആക്ടിൻ്റെ നേച്ചർ അറിയാൻ പറ്റില്ലായിരിക്കും. അതുപോലെ അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇറ്റ് ഈസ് വെദർ ഈസ് ഡൂയിങ് ഈസ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്, അതെനിക്കറിയാൻ പറ്റില്ല. അതുപോലെ ഇറ്റ് വിൽ ബി കോൺട്രറി ടു ലോ, നിയമവിരുദ്ധമായ കാര്യമാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയിലായിരിക്കില്ലല്ലോ, ഞാൻ നല്ല രീതിയിൽ ലഹരി ഉപയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും എന്തല്ല, അങ്ങനെ ചെയ്യുന്ന ആക്ട് ഒഫൻസ് അല്ല. പക്ഷേ അവിടെ മെയിൻ ഒരു കണ്ടീഷനുണ്ട്. ഇപ്പോൾ വിചാരിക്കും നിങ്ങൾ വെള്ളം അടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ക്രൈം ചെയ്യാമെന്ന്. അങ്ങനെ പറ്റില്ല. അതായത് ആ ഇൻടോക്സിക്കേഷൻ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയായിരിക്കണം? മറ്റൊരാൾ നമ്മുടെ ദേഹത്ത് അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കണം. മനസ്സിലായോ? നമ്മുടെ അറിവോട് കൂടിയ, നമ്മളെ വോളണ്ടറിലി, നമ്മൾ സ്വമേധയാ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിഫെൻസ് എടുക്കാൻ പറ്റില്ല. വോളണ്ടറി ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഫെൻസ് എടുക്കാൻ പറ്റില്ല. ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആയിരിക്കണം. അത് മറ്റൊരാൾ നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി അഡ്മിനിസ്റ്റേർഡ്. അതായത് എനിക്ക് ഇഞ്ചക്ട് ചെയ്ത് തന്നതോ അല്ലെങ്കിൽ എനിക്ക് വായിലൊഴിച്ച് ഫോഴ്സ്ഫുള്ളി കുടിപ്പിച്ചതോ അങ്ങനെയൊക്കെ ആയിരിക്കണം. ഓക്കെ, അത് എൻ്റെ നോളജിലായിരിക്കാൻ പാടില്ല. മനസ്സിലായോ? ചിലർ ഈ മയക്കുമരുന്നൊക്കെ കലർത്തി തരില്ലേ നമുക്ക് വെള്ളത്തിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അഡ്മിനിസ്ട്രേഷൻ, അല്ലാതെ ഞാൻ നേരിട്ട് പോയി അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം. അഡ്മിനിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് കൺസംഷനാണ്. അല്ലെങ്കിൽ കൺസംഷൻ സിറിഞ്ച് വഴിയൊക്കെ നമുക്ക് ഈ ഒരുപാട് ഇതുണ്ടല്ലോ, ഡ്രഗ്സൊക്കെ. അപ്പോൾ എൻ്റെ വില്ലിനെതിരെ അതായത് എൻ്റെ ഇഷ്ടത്തിനെതിരായിട്ടാണ് ആ ഒരു ഇൻടോക്സിക്കേഷൻ നടന്നിരിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായി സ്വമേധയാ ചെയ്തതായിരിക്കാൻ പാടില്ല. മറ്റൊരാൾ എൻ്റെ ദേഹത്ത് എൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ എൻ്റെ നോളജ് ഇല്ലാതെ അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്നതായിരിക്കണം ആ ഒരു ഇൻടോക്സിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നേച്ചർ ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആ ആക്ടിൻ്റെ ആ ഒരു പ്രവൃത്തിയുടെ നേച്ചർ മനസ്സിലാക്കാനും പറ്റില്ല. അതുപോലെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. അത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ അറിയാമായിരുന്ന ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ പിന്നെയും അത് എന്താണ്, ഒഫൻസാണ്. അപ്പോൾ ജസ്റ്റ് അത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. 23 എന്ന് പറഞ്ഞാൽ ഇൻടോക്സിക്കേഷൻ. ബട്ട് ഇൻടോക്സിക്കേഷൻ കാരണം എനിക്ക് നേച്ചർ അറിയാൻ പറ്റില്ല. അതുപോലെ ഞാനൊരു നിയമവിരുദ്ധ കാര്യം ചെയ്യുകയാണ്. പക്ഷേ ആ ഇൻവോളണ്ടറി ആയിരിക്കണം. അതായത് ഇൻടോക്സിക്കേഷൻ സംഭവിച്ചിരിക്കേണ്ടത് എൻ്റെ ബില്ലിനും എൻ്റെ നോളജിനും എതിരായിരിക്കണം. ഓക്കെ, എനിക്ക് നോളജ് ഇല്ലായിരുന്നു അത് ഇൻടോക്സിക്കേഷൻ നടന്ന സമയം. അതുപോലെ എൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ടാണ് ആ ഒരു ഇൻടോക്സിക്കേഷൻ എൻ്റെ ബോഡിയിൽ സംഭവിച്ചിരിക്കേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ, എൻ്റെ കൺട്രോളിലായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനായിട്ട് ഇൻവോളണ്ടറിലി ഞാൻ പോയി സ്വന്തമായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനൊരു ക്രൈം, ഞാനത് ഉപയോഗിക്കാതെ ചെയ്തതെന്ന് തന്നെ കണക്ക് കൂട്ടും. മനസ്സിലായോ? ഞാനൊരു ക്രൈം ചെയ്തതായിട്ട് തന്നെ കണക്ക് കൂട്ടും. പിന്നെ ഞാനിപ്പോൾ അവസാനം പറഞ്ഞില്ലേ, അതായത് ഞാൻ വോളണ്ടറിലി ഞാൻ അതൊരു ഇൻടോക്സിക്കേറ്റഡ് ആയി. അങ്ങനെയാണെങ്കിൽ പോലും ചില സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടി വരും. ഇപ്പം ഞാൻ സ്വന്തമായി സ്വമേധയാ ഞാൻ നല്ല രീതിയിൽ മദ്യപിച്ചു എന്ന് വയ്ക്കുക. എന്നിട്ട് ഞാനൊരു കല്ലെടുത്ത് ഒരാളുടെ തലയ്ക്കെറിഞ്ഞു. അവിടെ ഞാൻ കൊല്ലണമെന്ന ഉദ്ദേശത്തിൽ ഞാൻ ചെയ്തതല്ല. ഓക്കെ, അവിടെ ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ തെളിയിക്കേണ്ടതുണ്ട്. കാരണം ഞാനൊരു അബദ്ധം പറ്റിയതാണ്. എനിക്കൊരു ഇപ്പോൾ അല്ലെങ്കിൽ ഒരു പേന ഇട്ട്
പേനയിട്ട് എന്ത് ചെയ്തു, ഞാൻ ഒരാളെ കുത്തി. അപ്പോൾ ഒരു വലിയ കത്തിയെടുത്ത് കുത്തിയെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ട്. അവിടെ ഞാനത് ഉദ്ദേശിച്ച് തന്നെയാണ് കുത്തിയത്, മരിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി കുത്തിയത്. പക്ഷേ ഒരു പേനയിട്ട് കുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല അയാൾ മരിക്കുമെന്ന്, പക്ഷേ അയാൾ മരിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ പ്രോസിക്യൂഷൻ ഭാഗം തെളിയിക്കേണ്ടതുണ്ട്. പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കെതിരായിട്ട് ഒരാൾ ക്രൈം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും സ്റ്റേറ്റ് ആയിരിക്കും അല്ലേ, സ്റ്റേറ്റിനെതിരായിട്ടുള്ളതാണ് ക്രൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രൈം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ ഇപ്പോൾ ഞാനൊരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ശ്രാവൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് വരും. അപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി വാദിക്കുന്നത് എപ്പോഴും പ്രോസിക്യൂട്ടർമാരാണ്. അതിനാണ് പ്രോസിക്യൂഷൻ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ തെളിയിക്കേണ്ടതുണ്ട്. ഈവൻ ദോ ഐ ആം വോളണ്ടറിലി ഇൻടോക്സിക്കേറ്റഡ്. അത് ഈ 24 അതാണ് പറയുന്നത്. അതായത് ഇൻ കേസസ് വെയർ ആൻ ആക്ട് ഡൺ ഇസ് നോട്ട് ആൻ ഒഫൻസ് അൺലെസ് ഡൺ വിത്ത് എ പർട്ടിക്കുലർ നോളജ് ഓർ ഇൻറ്റൻറ്റ്. പേഴ്സൺ ഹൂ ഡസ് ദി ആക്ട് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇൻടോക്സിക്കേഷൻ ഷാൾ ബി ലയബിൾ ടു ബി ഡെൽറ്റ് വിത്ത് ആസ് ഇഫ് ഹി ഹാഡ് ദി സെയിം നോളജ്. ഓക്കെ, അതായത് ചില കാര്യങ്ങൾ പ്രത്യേക അറിവോട് കൂടി ചെയ്യണം, എന്നാലേ ക്രൈം ആവുള്ളൂ. അതായത് ഇപ്പോൾ ചില കത്തി ഉപയോഗിക്കാൻ അറിയണം. ചില കത്തി ഇപ്പോൾ എല്ലാ കത്തികളും നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. നമ്മൾ വീട്ടിൽ കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്തിയുടെ കാര്യമല്ലേ ഈ പറയുന്നത്. ചില ഈ കത്തികളുണ്ടല്ലോ, നമ്മൾ ഈ എന്താണ് മോഹൻലാലിൻ്റെ ദേവാസുരം എഴുത്താണി കത്തി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ പ്രത്യേക നോളജ് ഉണ്ടെങ്കിലേ അത് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, ആ ഒരു സ്പെഷ്യലൈസ് എക്സ്പെർട്ടൈസ് അപ്പോൾ അവിടെ ഒരു ഇൻറ്റൻഷൻ ആൻഡ് നോളജിൻ്റെ എലിമെൻ്റ് ഉണ്ട്. ഈവൻ ദോ ഇൻടോക്സിക്കേഷൻ ഉണ്ട്. ഇൻടോക്സിക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വോളണ്ടറി ഇൻടോക്സിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നൊരു വലിയ സംഭവമാണ്. അത് തെളിയിക്കണം പ്രോസിക്യൂഷൻ, എന്നാലേ അത് വലിയൊരു ശിക്ഷയായി മാറുള്ളൂ. അല്ലെങ്കിൽ വോളണ്ടറി സ്റ്റേറ്റ് ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അതും കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ദോ ഐ എം ഇൻടോക്സിക്കേറ്റഡ്, ഞാനൊരു ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റിലുണ്ട്, ഞാൻ വോളണ്ടറി പോയി അടിച്ചതാണ്, വെള്ളം അടിച്ചതാണ്. സാധാരണഗതിയിൽ എന്ത് ചെയ്യണം, ഞാനൊരു ഒരു ക്രൈം ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടതുണ്ട്. എനിക്കൊരു ക്രിമിനൽ മെൻസ്രിയ എന്ന് പറയും, ഇൻറ്റൻഷൻ ഓഫ് ക്രൈം, ഡൂയിങ് ക്രൈം, അത് തെളിയിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ. പക്ഷേ ഇവിടെ ഈ ഒരു ക്രൈം സംഭവിച്ചത് എൻ്റെ പർട്ടിക്കുലർ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. പ്രത്യേക ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇൻറ്റൻഷൻ എനിക്കവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ എനിക്ക് വളരെ ദേഷ്യമുള്ള ഒരാളാണ്, എനിക്ക് തരം കിട്ടിയാൽ കൊല്ലാനുള്ള ദേഷ്യമുള്ള ഒരാളാണ്. അവിടെ ഒരു ഇൻറ്റൻഷൻ അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അറിയാതെ വെള്ളമടിച്ചിട്ട് ആ ധൈര്യത്തിൽ കുത്തിയതായിരിക്കും. പക്ഷേ എനിക്ക് അയാളുടെ ഉള്ള ഒരു ക്രിമിനൽ പ്രീവിയസ് ഇൻറ്റൻഷൻ അവിടെ ഒരു വലിയൊരു ഘടകമാവും. അങ്ങനെയാണെങ്കിൽ പ്രോസിക്യൂഷന് അത് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഞാനത് വെള്ളമടിക്കാതെ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് ആവാതെ തന്നെ ചെയ്തതായി കണക്ക് കൂട്ടും. മനസ്സിലായോ? അതാണ് ഈ പറയുന്നത്. വോളണ്ടറി അവിടെയും ഈ ഒരു ബാക്കിയെല്ലാം സെയിം തന്നെ. ഇൻടോക്സിക്കേഷൻ എൻ്റെ നോളജ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ടാണ് എന്നെ ബോധപൂർവം അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി എന്നെ ഇൻടോക്സിക്കേറ്റഡ് ആക്കിയതാണെങ്കിൽ ഇതൊന്നും വരില്ല, ഇതൊന്നും നമുക്ക് ഒഫൻസ് അല്ല. പക്ഷേ വോളണ്ടറി ആയിട്ടാണ്, ഇപ്പം ഞാൻ സ്വമേധയാലാണ് ഇൻടോക്സിക്കേറ്റഡ് ആയതെങ്കിൽ അതൊരു ഒഫൻസ് ആവും. പക്ഷേ എങ്കിൽ പോലും ഒഫൻസ് ആണെങ്കിൽ പോലും പ്രോസിക്യൂഷൻ എൻ്റെ ക്രിമിനൽ ഇൻറ്റൻഷൻ തെളിയിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ക്രിമിനൽ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് കൃത്യമായി അല്ലാതെ ഞാനൊരു വഴിയെ പോകുന്ന ഒരാളെ എനിക്ക് കൊല്ലണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല. പെട്ടെന്നുള്ള ആ ഒരു കിക്കിൽ എന്ത് ചെയ്തു, ഞാനൊരു പേനയിട്ട് കുത്തി എന്ന് വയ്ക്കുക, പേനയിട്ട് കുത്തിയപ്പോൾ അയാൾ മരിച്ചുപോയി. അപ്പോൾ അവിടെ എൻ്റെ ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ തെളിയിക്കണം. അല്ലാതെ എന്നെ ചുമ്മാ മർഡറിന് ചാർജ് ചെയ്യാൻ പാടില്ല. അത് ഒരു കാര്യം. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ, സെക്ഷൻ 24 പറയുന്നത് ഒരു പർട്ടിക്കുലർ നോളജ് ഉണ്ടെങ്കിൽ, ഒരു നോളജ്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ചില കത്തി ഉപയോഗിക്കാനുള്ള രീതിയുണ്ട്, അത് എനിക്ക് കൃത്യമായിട്ടറിയാം. അത് വെച്ചിട്ടാണ് ഞാൻ ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കത്തി ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെ ഞാൻ ചെയ്തിട്ട് ഒരാളെ കൊല്ലുകയാണ്. അപ്പോൾ ഈവൻ ദോ ഐ ആം ഇൻടോക്സിക്കേറ്റഡ്, ഞാൻ വോളണ്ടറിലി ഇൻടോക്സിക്കേറ്റഡ്, ഞാൻ സ്വമേധയാ വെള്ളം അടിച്ചതാണ്. അങ്ങനെയാണെങ്കിലും എന്ത് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ പ്രോസിക്യൂഷൻ പ്രത്യേകിച്ച് തെളിയിക്കേണ്ടതായിട്ടില്ല. കാരണം എന്താണ്, അവിടെ ഒരു നോളജ് ഉണ്ട് എന്ന് പറയും. കാരണം എനിക്ക് കൃത്യമായ നോളജ് ഉണ്ട്.
അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇൻടോക്സിക്കേറ്റഡ് ആണെങ്കിലും എനിക്കത് കൃത്യമായി നോളജ് ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും കെയർലെസ് ആയിട്ട് ഞാനത് ചെയ്തെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എന്നെ എന്തായിട്ടും ഇൻടോക്സിക്കേഷൻ്റെ ആ ഒരു പരിഗണന എനിക്കില്ല, മെൻസറിയെ തെളിയിക്കേണ്ട ആവശ്യമില്ല, ഞാനത് പൂർണ്ണ ബോധത്തോടു കൂടി ചെയ്തതായിട്ട് കോടതി പ്രസ്യൂം ചെയ്യും. അല്ലെങ്കിൽ അവിടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായാലും മതി. എനിക്ക് അയാളുമായി എന്തെങ്കിലും വ്യക്തിവിരോധമോ വ്യക്തിവൈരാഗ്യമോ ഇൻറ്റൻഷനോ നേരത്തെ പ്രീവിയസ് ഇൻറ്റൻഷനോ ഒക്കെ പ്രൂവ് ആയി കഴിഞ്ഞാൽ, ഞാനൊരു ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും എനിക്ക് യാതൊരു പരിഗണനയും കിട്ടില്ല. അല്ലാത്ത പക്ഷം പരിഗണന കിട്ടും. ഇവന്തോ ഞാൻ സ്വമേധയാ വെള്ളമടിച്ചെങ്കിൽ പോലും എനിക്ക് ചെറിയൊരു പരിഗണനയെങ്കിലും കിട്ടും. സ്വമേധയ അല്ല എങ്കിൽ ഇതൊന്നും വർക്കൗട്ട് ആവില്ല. ഓക്കെ, ഇവന്തോ എനിക്കൊരു പർട്ടിക്കുലർ നോളജോ ഇൻറ്റൻഷനോ എന്തെങ്കിലും ഉണ്ട്, പക്ഷേ എന്നെ എന്താണ് ബോധപൂർവം കുടിപ്പിച്ച് കിടത്തിയതാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ എൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് ചെയ്തതാണ്, അങ്ങനെയാണെങ്കിൽ ഇതൊന്നും വരില്ല. അതാണ് ഈ സെക്ഷൻ 24 വരുന്നത്. ഇൻ കേസസ് വെയർ ആൻ ആക്ട് ഡൺ ഇസ് നോട്ട് ആൻ ഒഫൻസ് അൺലെസ് ഡൺ വിത്ത് എ പർട്ടിക്കുലർ നോളജ് ഓർ ഇൻറ്റൻറ്റ്. അങ്ങനെ ഒരു നോളജോ ഇൻറ്റൻറ്റോ ഉണ്ടെങ്കിൽ അത് ഒഫൻസ് ആണ്. എ പേഴ്സൺ ഹു ഡസ് ദി ആക്ട് ഇൻ സ്റ്റേറ്റ് ഓഫ് ഇൻടോക്സിക്കേഷൻ ഷാൾ ബി ലയബിൾ ടു ബി ഡെൽറ്റ് വിത്ത് ആസ് ഇഫ് ഹി ഹാഡ് ദി സെയിം നോളജ് ആസ് ഹി വുഡ് ഹാവ് ഹാഡ് ഇഫ് ഹി ഹാഡ് നോട്ട് ബീൻ ഇൻടോക്സിക്കേറ്റഡ്. നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് ആവാതെ ആ നോളജ് നമ്മൾ ഉപയോഗിച്ചു എന്ന് തന്നെ അവർ പ്രിസ്യൂം ചെയ്യുമെന്നുള്ളതാണ്. അൺലെസ് ദി തിങ് വിച്ച് ഇൻടോക്സിക്കേറ്റഡ് ഹിം വാസ് അഡ്മിനിസ്ട്രേഡ് ടു ഹിം വിത്തൗട്ട് ഹിസ് നോളജ്. എൻ്റെ ഇഷ്ടത്തിനോ എൻ്റെ അറിവിനോ എതിരായിട്ടാണ് എന്നെ ഇൻടോക്സിക്കേഷൻ ചെയ്തത് എങ്കിൽ ഈ ഒരു സംഭവം വർക്കൗട്ട് ആവില്ല. അല്ലാത്ത പക്ഷം എന്താണ്, പർട്ടിക്കുലർ നോളജ് ഈ പർട്ടിക്കുലർ നോളജ് ഓർ ഇൻറ്റൻഷൻ വൈൽ ഇൻടോക്സിക്കേഷൻ ഇസ് വോളണ്ടറി ആക്ട്സ് ആസ് പർട്ടിക്കുലർ നോളജ് വിത്തൗട്ട് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് അപ്പോൾ അതാണ് പർട്ടിക്കുലർ നോളജ് ഉള്ള സമയത്ത് ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ പർട്ടിക്കുലർ നോളജ് ഇൻറ്റൻഷൻ തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈവൻ ദോ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ ആക്ട് ഡൺ വിത്ത് എ പർട്ടിക്കുലർ നോളജ് ഓർ ഇൻറ്റൻഷൻ ആസ് ഇഫ് ഐ വാസ് നോട്ട് ഇൻടോക്സിക്കേറ്റഡ് എന്നുള്ളതാണ്. ഇൻടോക്സിക്കേറ്റഡ് അല്ലാതെ ഇരുന്ന സമയത്ത് ഞാൻ ആ പർട്ടിക്കുലർ നോളജ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ഉപയോഗിച്ച് ആ ആക്ട് ചെയ്തതാണ് എന്നുള്ള ഒരു പ്രിസംപ്ഷൻ എടുക്കും. അവിടെ പ്രോസിക്യൂഷൻ പ്രത്യേകിച്ച് ഒന്നും തെളിയിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. നിങ്ങൾ ഈ കീവേഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുക. 24 എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ നോളജാണ് ഇൻടോക്സിക്കേഷൻ്റെ. അതുപോലെ 23 എന്ന് പറയുന്നത് ഇൻടോക്സിക്കേഷൻ എഗെയിൻസ്റ്റ് വില്ല് അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ എക്സെപ്ഷനാണ്. 22 എന്ന് പറയുന്നത് റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ആണ്. അതുപോലെ 21 എന്ന് പറയുന്നത് 7-നും 12-നും ഇടയിലുള്ള കുട്ടികളുടെ എക്സെപ്ഷനാണ്. ഈ 20 എന്ന് പറയുന്നത് ഡോളിൻ കാപ്പെക്സ് അണ്ടർ ദി ഏജ് ഓഫ് 7 ആണ്. അതുപോലെ ഒരു 19 എന്ന് പറയുന്നത് വലിയ ഒരു ഹാമിന് ഇമ്മിനൻറ്റ് ഡേഞ്ചർ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു ഹാംഫുൾ ആക്ട് വിത്ത് മൈ നോളജ് ചെയ്യുകയാണ് വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റൻഷൻ. അതാണ് 19 പറയുന്നത്. 18 എന്ന് പറയുന്ന ആക്സിഡൻറ്റ് അല്ലെങ്കിൽ മിസ്ഫോർച്യൂൺ ഡൂയിങ് എ ലോഫുൾ ആക്ട് ഇൻ എ ലോഫുൾ മാനർ. അതുപോലെ 17 എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റിഫൈഡ് അല്ലെങ്കിൽ ബിലീവ്ഡ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ലോ. അതുപോലെ 16 എന്ന് പറയുന്നത് പെർസ്യൂവൻ്റ് ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ ഓഫ് കോർട്ട് ഒരു ആക്ട് ചെയ്യുന്നതാണ്. അതുപോലെ 15 എന്ന് പറയുന്നത് ഒരു ജഡ്ജ് ചെയ്യുന്ന ആക്ട് തന്നെയാണ് വൈൽ ആക്ടിങ് ജുഡീഷ്യലി. ആൻഡ് ഫൈനലി സെക്ഷൻ 14 എന്ന് പറയുന്നത് ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ബൗണ്ട് ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ബൗണ്ട് ബൈ ലോ. അപ്പോൾ ഇത്രയുമാണ് 14 to 24 ആണ് നമ്മൾ കവർ ചെയ്തത്. ബാക്കി സെക്ഷൻസ് നമ്മൾ ഉടനെ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഇത് റിവൈസ് ചെയ്യുക, കൃത്യമായി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ സ്റ്റുഡൻസ്.